MA ബേബിയും ചിന്താ ജെറോമും ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള ജയമോഹൻ അവരൊക്കെ ഇന്നലെ 2-3 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മുണ്ടക്കൽ ഭാഗം, അതുപോലെ തന്നെ ഇരവിപുരം, കൊല്ലം നിയോജക മണ്ഡലങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി. അപ്പോ പ്രധാനപ്പെട്ട പല വീടുകളിലും അവർ സന്ദർശനം നടത്തി. പ്രധാനപ്പെട്ടതിനെ പലരും പല മൊറാർജി ദേശായി, പല ദേശീയ നേതാക്കളും സന്ദർശിച്ച സുധാഭവൻ അങ്ങനെ തുടങ്ങിയ വീടുകളിലൊക്കെ സന്ദർശിച്ചു. അല്ലാതെ മറ്റു വീടുകളിലും പോളയത്തോട്, മുണ്ടക്കൽ ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലൊക്കെ പോയി. അപ്പോ പ്രധാനമായും ഉയർന്ന വിമർശനം ഒന്ന്, പാർട്ടിയിലെ മുഖ്യമന്ത്രി ആരായിരിക്കും, പിണറായി മൂന്നാമതും ഇടതുമുന്നണി ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും ഈ സർക്കാരിനെ നയിക്കുക, അത് ആ വ്യക്തിയുടെ പേര് വ്യക്തമാക്കിയതിനു ശേഷം ആരാകും സർക്കാരിനെ നയിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ അതോ ഇനി മറ്റൊരു നേതാവുണ്ടോ, ആ പേര് വ്യക്തമാക്കിയതിനു ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു പരിധിവരെ ഇടതുമുന്നണിക്ക് ക്ഷീണമുണ്ടാകാതിരിക്കും എന്ന വലിയൊരു നിർദ്ദേശം ജനങ്ങൾ പാർട്ടി സെക്രട്ടറിയായ MA ബേബിക്ക് കൈമാറിയിട്ടുണ്ട്. അതൊരു വലിയ നിർദ്ദേശമാണ്. മറ്റൊന്ന്, കേരളത്തിൽ എന്തുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി താഴോട്ട് പോയി, അതിന്റെ വിശകലനം കൂടി ജനങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നേതാക്കൾക്കുള്ളിലെ വിഭാഗീയതയാണ്. അതിന് ഒരു കാരണം പറയുന്നത്, ഈ പല നേതാക്കളും രഹസ്യമായോ അല്ലെങ്കിൽ പരസ്യമായോ തന്നെ ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നവരാണ്. അത് ഭൂരിപക്ഷ വർഗീയതയെ സംരക്ഷിക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ തരമാണ് എന്ന ചിന്ത ജനങ്ങളിലുണ്ടായി. മറ്റൊന്ന്, ന്യൂട്രലായിട്ട് നിൽക്കുന്ന, അതായത് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന മനോഭാവമായിരുന്നു ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് മതം, ജാതി, വർഗം, വർണ്ണം ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് പ്രത്യക്ഷത്തിൽ വന്നു. അതുകൊണ്ട് ന്യൂട്രലായി തന്നെ ഇടതുമുന്നണിക്കൊപ്പം സഹയാത്രികരായും ഇടത് മനസ്സ് കൊണ്ട് നടന്ന ആളുകളുമൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് അകലാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുവെന്നും അകന്നുപോയെന്നും അതാണ് വോട്ട് കുറച്ചതെന്നും ഉള്ള ഒരു വിശദീകരണം കൂടി പാർട്ടി സെക്രട്ടറിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം അത് മനസ്സിലാക്കുമെന്നാണ് ആളുകളുടെ, വോട്ടർമാരുടെ പ്രതീക്ഷ. കാരണം മറ്റൊന്നുമല്ല, വളരെ CPM-ന്റെ ഉറച്ച കോട്ട എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ ഉണ്ടായ പരാജയം CPM-നെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഐഷ പോറ്റി പോയതൊക്കെ മറ്റ് കാര്യങ്ങൾ കൊണ്ടാകാം. പക്ഷേ ഇടതുമുന്നണി പരമ്പരാഗതമായി തുടർന്ന അവരുടെ പോളിസിയിൽ നിന്ന് അവർ അത് മാറ്റം വരുത്തി. അത് സ്വതവേ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ആളുകളെ പ്രതികൂലമായി ബാധിച്ചു. അത് വോട്ട് കുറയുന്നതിന് കാരണമായി. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ആരാണെന്ന് വ്യക്തമാക്കി പ്രചരണത്തിന് ഇറങ്ങണമെന്നും ജനങ്ങൾ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്.